ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏതെങ്കിലും വീഴ്ചകളുണ്ടോ, കുറവുണ്ടോ, ന്യൂനതയുണ്ടോ എന്ന് നോക്കാനാണോ ത്വൽഹ നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഫാറൂഖ് തങ്ങൾ കയറി ചെന്ന് സഹായിക്കുന്നത് കണ്ണു കാണാത്തൊരു ഉമ്മയുടെ വീട്ടിലേക്കാണ്. കിടന്ന കിടപ്പിൽ വിസർജ്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഉമ്മ, ആരാരും നോക്കാനില്ലാത്ത മരുഭൂമിയിലെ ഒരു ഉമ്മക്ക് ആര് രാജാവിനെ പോലെ സുഖലോലുപനായി ജീവിക്കാൻ കഴിയുമായിരുന്ന, എന്നാൽ അല്ലാഹുവിന് വേണ്ടിയതും വേണ്ടെന്ന് വെച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫമൻ യുബാരി അബാ ഹഫ്സിൻ വസീറതഹു ومن يحاول للفاروق تشبيها فمن يباري أبا حفص وسيرته ومن يحاول للفاروق تشبيها. ഇത്രമേൽ മഹോന്നതമായ ജീവിത പാഠങ്ങൾ രചിച്ചു വെച്ച, സമുന്നതമായ മൂല്യങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഫാറൂഖ് തങ്ങളെപ്പോലെ അവർക്ക് പകരം വെക്കാൻ ചരിത്രത്തിന് ആരെയാണ് കിട്ടുക? വമൻ റആഹു അമാമൽ ഖിദ്രി മുൻബതിഹാ വന്നാറു തഅഖുദു മിൻഹു വഹുവ യുദ്ഖീഹാ. മരുഭൂമിയിൽ എവിടെയോ തങ്ങിപ്പോയ ഒരു കുടുംബത്തിന് തീ കത്തിച്ച് ആ തീയിൽ വിറക് വെച്ച് ഊതി 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 തീ ഉണ്ടാക്കുന്ന ഫാറൂഖ് തങ്ങളുടെ താടിരോമത്തിലൂടെ ആ തീപ്പുകകൾ കയറിപ്പോകുമ്പോൾ ഫാറൂഖ് തങ്ങൾക്ക് പകരം വെക്കാൻ ആരുണ്ട്? വഖദ് തഖല്ലല ഫീ അസ്നാഇ ലിഹ്യതിഹി മിൻഹ അദ്ദുഖാൻ വഗാബ ഫൂഹു ഫീഹാ റആ ഹുനാക أمير المؤمنين على حال تروع لأمر الله رائها يستقبل النار خوف النار في غده يستقبل النار خوف النار في غده والعين من خشية سالت مآقيها. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ചുമലുകളിൽ ഉമ്മത്തിന് വേണ്ടി വെള്ളം ചുമന്നു കൊണ്ടുപോയ, ഭക്ഷണത്തിന്റെ ചാക്കുകൾ എടുത്തു കൊണ്ടുപോയ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു ഹഫ്സ് എന്നവർ പറയുന്നു, ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഉമർ എന്നവരെ നിങ്ങൾ ഈ ചാക്കും കെട്ടുമായി നടക്കുന്നത്? നിങ്ങൾ ഭരണാധികാരിയല്ലേ? അപ്പൊരു മറുപടി പറഞ്ഞു, ഇന്ന നഫ്സി അഅജബത്നി, ഞാനിപ്പോ തരക്കേടില്ലല്ലോ എന്ന് എന്റെ ശരീരം എന്നോട് പറയാൻ തുടങ്ങി. ഞാനിപ്പോ ആൾ ഉഷാറാണല്ലോ എന്ന് എനിക്ക് എന്നെ പറ്റി തോന്നി. ഫഅറദ്തു അൻ ഉദില്ലഹാ, അതുകൊണ്ട് എന്റെ ശരീരത്തെ നിസ്സാരപ്പെടുത്താനാണ്, ഒന്ന് വിനയവും താഴ്മയും പഠിക്കാനാണ് ഞാൻ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ പെണ്ണുങ്ങൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, മാഷാ അല്ലാഹ്. പുരുഷന്മാർ അവിടേക്ക് ആവശ്യമായ ഭക്ഷണം കൊണ്ടുപോയി എത്തിക്കുന്നവരായിരിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യ അവിടെ ഉണ്ട്. എന്തിനെന്നറിയോ? നമ്മുടെ ഒരു ഈഗോ, പുരുഷനാണ് എന്ന നമ്മുടെ ഒരു ചെറിയൊരു അഹങ്കാരം, ആ അഹങ്കാരത്തെ മുനയൊടിക്കാനാവണം പുണ്യനിബിതങ്ങൾ കാന ഫീ ഖിദ്മത്തി അഹ്ലിഹി, നിബിതങ്ങൾ വീട്ടുകാരുടെ ജോലിയിൽ സഹായിച്ചിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. യഖ്സിഫുന അലഹു, അവിടുത്തെ ചെരുപ്പ് നിബിതങ്ങൾ തുന്നുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യഹ്ലിബു ഷാതഹു, അവിടുത്തെ ആടിനെ നിബിതങ്ങൾ പാല് കറക്കുമായിരുന്നു. വയക്നിസു ബൈതഹു, ആ വീട്ടിൽ നിബിതങ്ങൾ അടിച്ചുവാരുമായിരുന്നു. തങ്ങൾ അത് ചെയ്താൽ പിന്നെ നമുക്ക് മടി വേണ്ടല്ലോ. തങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കാൻ ഏത് ഞങ്ങൾ ആണുങ്ങളുടെ പണിയല്ല എന്ന് ഒരു മുസ്ലിം പറയാൻ പാടുള്ളതല്ല. പറ്റുമെങ്കിൽ നമുക്ക് സാധിക്കുന്നിടത്തൊക്കെ അവരെ സഹായിക്കണമെന്നാണ്. എന്തിനെന്നറിയോ? മനുഷ്യന്മാരല്ലേ, നമുക്കൊക്കെ ചെറിയൊരു അഹങ്കാരം വരും, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. ഞങ്ങൾ ഇതിനൊന്നും ആൾക്കാരല്ല, അതൊക്കെ നിങ്ങളുടെ പണിയാണ് എന്നൊരു തോന്നൽ വരും. സത്യത്തിൽ അല്ലല്ലോ, നമ്മളും അവരും ആ ഉത്തരവാദിത്വത്തിൽ ഒരുപോലെയാണ്. അള്ളാഹു വലിയൊരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അള്ളാഹു നമ്മുടെ തലയിൽ വെച്ചു തന്നു എന്ന് മാത്രം. പക്ഷെ പുണ്യനബി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താ നമുക്ക് കുഴപ്പം?
ഒരു ചൂലെടുത്ത് അടിച്ചു വാരുമ്പോൾ നമ്മുടെ അഹങ്കാരമാണ് ശരിക്കും നമ്മൾ അടിച്ചു വാരുന്നത് എന്ന് നമുക്ക് ഓർമ്മ വരണം. നമ്മുടെ മക്കളെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ അവരെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിന്റെ കറകളാണ് നമ്മൾ കഴുകി കൊടുക്കുന്നത് എന്ന് നമുക്ക് ബോധിക്കുന്നു. ആ വീട്ടിലെ ജോലികളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടുത്തെ അഴുക്കുകൾ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അഴുക്കുകളെയാണ് സത്യത്തിൽ അവിടെ കഴുകി തുടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചാക്കുകൾ ചുമന്നുപോയത് ഞാനൊരു ഭരണാധികാരിയല്ലേ, ഞാനൊരു ഖലീഫയല്ലേ എന്ന് എനിക്ക് എന്നെ പറ്റി തോന്നിയപ്പോ ആ ഒരു ചിന്തയെ സപ്രസ് ചെയ്യാൻ ഞാൻ ചെയ്തതാണിത് എന്ന് സ്വന്തം മകനോട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് വലിയ പാഠമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വയറിന് കുത്തേറ്റ് കിടക്കുമ്പോൾ ലോകത്തോട് വിട പറയാൻ പോകുന്ന അന്ത്യനിമിഷങ്ങളിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങളാണ്, സയ്യിദാണ്, ഹബീബിന്റെ എളാപ്പയുടെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞുവല്ലോ, അമീറുൽ മുഅ്മിനീനെ സമാശ്വസിപ്പിച്ചുകൊണ്ട്, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ എന്നവരെ നിങ്ങൾ സന്തോഷിച്ചോളൂ, എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളുടെ മരണം എന്തഭിമാനമുള്ള മരണമാണ്. അസ്ലംത ഹീന കഫറന്നാസ്, ജനങ്ങൾ ഇസ്ലാം അവിശ്വസിച്ചപ്പോഴല്ലേ ഉമറേ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത്. വഖാതൽത മഅ റസൂലില്ലാഹി ഹീന ഖദലഹുന്നാസ്, പുണ്യപ്രവാചകനെ ജനങ്ങളെന്ന് താറടിച്ചപ്പോ ഹബീബിന്റെ കൂടെ ആത്മാഭിമാനിയായി നിങ്ങളല്ലയോ സധൈര്യം കൂടെ നിന്നത്. വതുഫിയ റസൂലുള്ളാഹി വഹുവ റാദിൻ അൻക, നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഉമറേ നിങ്ങളെക്കുറിച്ച് ഹബീബിന് ഇഷ്ടമായിരുന്നുവല്ലോ. വലം യഖ്തലിഫ് ഫീ ഖിലാഫതിക റജുലാൻ, രണ്ടാളുകൾ പോലും നിങ്ങളുടെ ഭരണകാലത്തെ പരസ്പരം തർക്കിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ ഖിലാഫത്തിൽ നിങ്ങളല്ല ആവേണ്ടത് എന്ന് പോലും മറുത്തൊരു മറുപടിയോ, നിങ്ങൾക്കൊരു വിമതനോ, നിങ്ങൾക്കൊരു പ്രതിയോഗിയോ, നിങ്ങൾക്കൊരു പകരക്കാരനോ ഉമറേ ഉണ്ടായിട്ടില്ലല്ലോ. സർവാത്മനാ മുഅ്മിനീങ്ങൾ തെരഞ്ഞെടുത്ത ഖലീഫയല്ലയോ നിങ്ങൾ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കിടക്കാണ്, വേദനിച്ച് കിടക്കാണ്. എങ്ങനെ? വയറ് കീറിയിട്ടുണ്ടായിരുന്നു. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, ആ ദുഷ്ടന്റെ ഇരുതല മൂർച്ചയുള്ള കഠാര കൊണ്ടാണ് ആ പരിശുദ്ധമായ വയറ് കീറിപ്പൊളിച്ചത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വേദനയിൽ തലപ്പാവ് കൊണ്ട് കെട്ടിവെച്ച് കിടക്കുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുടൽമാലകൾ മുറിഞ്ഞു പോയിട്ടുണ്ട് ആ നേരത്ത് എന്നോർക്കണം. കുറെ നേരം ബോധം പോയിരുന്നു. ആ ബോധം തെളിഞ്ഞതിന് ശേഷം അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അതേ, നിസ്കരിച്ചു. എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. വുദു എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്, നിസ്കാരം, ഫർളായ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് ഫാറൂഖ് തങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വയറ് കീറിപ്പൊളിഞ്ഞു കിടന്ന കിടപ്പിൽ വുദു എടുത്തു കൊടുത്തപ്പോൾ മഹാനവറുകൾ 2 റക്അത്ത് ഖളാ ആയി പോയ സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കിയത്. സുബ്ഹി 1 റക്അത്ത്, 2ാമത്തെ റക്അത്തിലാണ് കുത്തേറ്റത്. മെഹ്റാബിലേക്ക് കയറി വന്ന് അദുഷ്ടനായ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി, അയാൾ ഒരു മാഗിയൻ മതക്കാരനായിരുന്നു, തീ ആരാധകനായിരുന്നു. അയാളുടെ പടച്ചോൻ തീയ, അയാൾ മുസ്ലിം ആയിരുന്നില്ല. ആ ദുഷ്ടന്റെ കരങ്ങളാലാണ് ഈ ഒരു മഹാപ്രസ്ഥാനം അതിൻ്റെ അന്ത്യം കുറിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ റിപ്പീറ്റ് ഇറ്റ്, സേ ഇറ്റ് അഗൈൻ, ഇനിയും കേൾക്കട്ടെ, ഒന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞു. ഇതേ വാക്കുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉമറേ നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ, നിങ്ങളെ നബി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ലേ, നിങ്ങൾ എത്ര നല്ല മഹാന എന്നിങ്ങനെ പറഞ്ഞപ്പോ അൽ മഗ്റൂറു മൻ ഗുർ, ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങുന്നവനാണ് വഞ്ചിക്കപ്പെട്ടവൻ. നമ്മൾ നിങ്ങൾ പറയാ, ഈ പൊക്കലിലൊന്നും ഞാൻ പൊങ്ങൂല ഇബ്നു അബ്ബാസ്, എനിക്ക് എന്നെ പറ്റി അറിയാം, നിങ്ങൾ ഈ പൊക്കുന്നുണ്ടല്ലോ ഇതൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ പറയാ അൽ മഗ്റൂറു മൻ ഗുർ, ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോ, പൊക്കി പറയുമ്പോ അതിനനുസരിച്ച് പൊങ്ങാൻ നിൽക്കുന്ന മനുഷ്യനാണ് വഞ്ചിക്കപ്പെട്ടു പോയവൻ. നമ്മുടെ ഖദർ എന്താണെന്ന് അള്ളാഹുവിന് നമുക്കറിയാലോ. ജനങ്ങൾ എന്ത് പറഞ്ഞാൽ എന്താ, ജനങ്ങൾക്ക് ഒരുപക്ഷേ നമ്മുടെ നല്ലതേ അറിയുന്നുണ്ടാവുള്ളൂ, നമ്മുടെ കുഴപ്പങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. നല്ല തന്നെ കുഴപ്പങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളില്ല. അപ്പൊ പിന്നെ കുഴപ്പം കൂടെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?
അൽ മഗ്റൂറു മൻ ഗുർ, വഞ്ചിക്കപ്പെട്ടവർ ഇതുപോലെയുള്ള പഞ്ചാര വാക്കുകൾ കേൾക്കുമ്പോൾ അതിൽ മയങ്ങിപ്പോകുന്നവനാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് പറയുന്ന ചില വാക്കുകളാണിത്. വലൗ അന്ന ലീ മാ അലാ ളുഹ്രിഹാ മിൻ ബൈദാ വസഫറാ. ഇബ്നു അബ്ബാസേ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, ഭൂമിക്ക് മുകളിൽ കിടക്കുന്ന സർവമാന സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ലഫ്തദൈതു ബിഹി മിൻ ഹൗലിൽ മത്ല, നാളെ ഖിയാമത്തിന്റെ ഭയാനകമായ നൃത്തം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുമ്പോ മൃതങ്ങളൊക്കെ ഖബറിൽ വിശ്രമിക്കുകയാണ്. മരിച്ചുപോയവർ മുഴുവൻ ഖബറിൽ കാത്തു കിടക്കുകയാണ്. നമ്മൾ മരിച്ചുപോയാൽ വെയിറ്റ് ചെയ്യാണ് ഖിയാമത്ത് നടക്കുന്നവരെ. വിചാരണ നടന്നതിന് ശേഷമാണ് സ്വർഗവും നരകവും നൽകപ്പെടുന്നത്. അതുവരെ സ്വർഗീയ സുഖം അല്ലാഹു നൽകും മുഅ്മിനീങ്ങൾക്ക്. ശിക്ഷയുടെ ഒരു മിനിയേച്ചർ ഖബറിൽ കുറ്റവാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അമ്പിയാക്കന്മാർ മുഴുവൻ ഖബറിൽ വിശ്രമിക്കുകയാണ്. സ്വാലിഹീങ്ങൾ സർവ്വ മനുഷ്യരും അവരവർ മരണപ്പെട്ടിടത്ത് കാത്തുകിടക്കുകയാണ്. മഹ്ശറയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ലോകാവസാനത്തെ കാത്തിരിക്കുകയാണ്. നമ്മൾ മരിച്ചു ചെന്നാൽ ഖബറിൽ കാത്തുകിടക്കാനാ പോകുന്നത്. ആ കാത്തുകിടപ്പ് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലെ കുറഞ്ഞ നേരം പോലെ അനുഭവിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ആ വർഷങ്ങളുടെ ദൈർഘ്യമറിയാതെ ഖിയാമത്തിന്റെ അന്ത്യനാളിന്റെ ഭയാനകമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആ സമ്പാദ്യങ്ങൾ മുഴുവൻ കൊടുത്താൽ അല്ലാഹു രക്ഷിക്കുമെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. വദിത്തു അന്നി അൻജു കഫാഫൻ ലാ അജ്റ ലി വലാ വിസ്ർ. ഒരു കേടുപാടുമില്ലാതെ നാളെ ഒന്ന് രക്ഷപ്പെടണം, നാളെ ഒന്ന് രക്ഷപ്പെടണം. ഇത്ര മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പത്രേ വേണ്ടൂ, എനിക്കൊന്ന് രക്ഷപ്പെടണം. ഇബ്നു അബ്ബാസ്, യാ അല്ലാഹ്, ആരാണ് ഈ പറയുന്നത്? മുഅ്മിനെ, സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ എത്രയോ തവണ പറഞ്ഞു കൊടുത്ത സ്വഹാബിയാണത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. സ്വർഗം മഹാന്മാർ വളരെ പേടിയിലാണ്. അവർ സന്തോഷ വാർത്ത നബി തങ്ങൾ കൊടുത്തതാണ്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സുദ്ദീഖ് എന്നവർ, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ, അലിയാര് തങ്ങള് സ്വർഗത്തിലാണ്. സഅദ് എന്നവര്, സഈദ് എന്നവര്, സുബൈർ എന്നവര്, തുൽഹ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് സ്വർഗവാസികളാണ്. ഇവർ സ്വർഗത്തിലാണ്. സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തി ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള് لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين تلك الدار الآخرة. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നാളത്തെ പരലോകമെന്നൊരു ജീവിതം, ആഖിറ. മുഅ്മിനെ, ഒരു കാര്യം കഴിഞ്ഞ അബുദാബിയിലെ ക്ലാസ്സിൽ വരാൻ അള്ളാഹു നിശ്ചയിച്ചതാണ്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അരികത്തേക്ക് പോവാണ്. കാരുണ്യവാനായ പടച്ചവനാണ് എനിക്ക് ജന്മം തന്നത്, അവനാണ് എന്നെ ജീവിപ്പിച്ചത്, ഇനി അവൻ തന്നെയാണ് എന്നെ മരിപ്പിക്കുന്നതും. ഞാൻ പോകുന്നത് ഖബറിലേക്കാണ്. ഞാൻ എൻ്റെ റസൂലിനെ അവിടെ കാണും, അവിടുത്തെ മുഖം എന്നെ കാണിച്ചു തരും. പിന്നെ പരലോകമുണ്ട്, ഹിസാബുണ്ട്, വിചാരണയുണ്ട്. അവിടേക്ക് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് രക്ഷപ്പെടും എന്ന് റബ്ബിനെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ച്, നല്ലത് ചെയ്ത് ജീവിച്ച് മരണം എന്നൊരു ഘട്ടത്തെ നേരത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് ജീവിതത്തിൻ്റെ വലിയ ഒരു വിജയമാണ്. സമ്പത്തുണ്ട്,
വരുമാനമുണ്ട്, വലിയ വീടുണ്ട്, സംവിധാനങ്ങളുണ്ട്, ബിസിനസ്സുണ്ട്. മരിക്കുന്ന നേരത്ത് പേടിച്ചാൽ മരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് തട്ടിമാറ്റാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമല്ലേ. ഇറ്റ് ഈസ് ആൻ ഇനവിറ്റബിൾ ഫാക്ട്, അൺഅവോയ്ഡബിൾ. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അത് നമ്മളെ പിടികൂടും. അങ്ങനെയാണ്. അതിന് സമയമല്ല. ഇഖാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ് ജീവിതം എന്ന് മഹാന്മാർ പറയും. എങ്ങനെ? കുട്ടി ജനിച്ചപ്പോഴും വാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞു, പിന്നെ ആ മനുഷ്യൻ വലുതായി മരിച്ചാൽ വേഗം നിസ്കരിക്കാൻ. അപ്പോൾ ആ ഇഖാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയം പോലെയാണ് ഈ ലോകത്തെ ജീവിതം. ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ദുനിയാവ്, സൗകര്യങ്ങൾ, പഠനം, നമുക്ക് സാമ്പത്തികം ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റരുത്, കൽബിലേക്ക് ഇതൊന്നും വേണ്ട. കൽബിനുള്ളിൽ അള്ളാഹുവാണ്, അവൻ്റെ റസൂലാണ്, പുണ്യദീനാണ്, നമ്മുടെ ആഖിറമാണ്. അതേ കൽബ് കൊണ്ട് സ്നേഹിക്കാവൂ. പൈസ വേണം, കയ്യിലുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, സ്വതക്ക കൊടുക്കാൻ പറ്റൂ, ആരെങ്കിലും സഹായിക്കാൻ പറ്റൂ. അള്ളാഹുവെ, ഞങ്ങൾക്ക് സമ്പാദ്യം വേണം, ഞങ്ങളുടെ കൈകളിൽ, ഞങ്ങളുടെ മനസ്സിലേക്ക് തരരുതേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹുവിനോട് അങ്ങനെ ചോദിച്ചു വാങ്ങണം. അതല്ലാതെ നമ്മുടെ കാറിനൊരു സ്ക്രാച്ച് ആകുമ്പോഴേക്കും പിന്നെ 4 ദിവസം ഉറക്കല്ല. ചില ആൾക്ക് അങ്ങനെയാണ്. പുതിയ വണ്ടി എടുത്താലേ അതിൻ്റെ ഒരു കുട്ടിയെ ചവിട്ടിയിട്ടില്ല, കുട്ടീനെ ആരോ ഊരൊക്കെ ചവിട്ടി ഇതാക്കിയത്. സുബ്ഹാനല്ലാഹ്. ഒരാളുടെ കാറിന് ഒരു 6 വയസ്സുകാരൻ 10 വയസ്സുകാരനോ ഏതോ പുറം സ്റ്റേറ്റിലെ കുട്ടി ചാരി ഇരുന്നപ്പോഴത്തിന് അതിൻ്റെ ഉടമ്പ വന്ന് ഒരൊറ്റ ചവിട്ടാ കുട്ടിയെ. കണ്ണൂർ ഭാഗത്തൊരു സംഭവം നടന്നില്ലേ? എന്താ അപ്പോൾ ഇതൊക്കെ റബ്ബേ, എൻ്റെ വാഹനത്തുമ്പോൾ ചവിട്ടി എന്ത് ചെയ്യുമോ, അതങ്ങ് ഇല്ലാണ്ടായി പോവോ? ഒരു കുട്ടിയല്ലേ അത്. അതായത് ദുന്യാവ് നമ്മുടെ കൽബിലേക്ക് കയറുമ്പോൾ അതാണ്. ടെൻഷൻ അടിക്കരുത്. മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കള്, ഇതൊക്കെ ഒരു പക്ഷെ അള്ളാഹു തീരുമാനിക്കുന്ന സമയം അള്ളാഹ് എടുത്തുകൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അത് ചെയ്തു. ഇന്നാ ലില്ലാഹ്, വി ഓൾ ബിലോങ്. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. എനി ടൈം അള്ളാഹു നമ്മെ വിളിച്ചു കൊണ്ടുപോകാം, അതിന് റെഡിയാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇത് എടുക്കട്ടെ, അതൊന്ന് ചെയ്തു നോക്കട്ടെ, ഇതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അത് നിസ്കരിക്കട്ടെ, അതൊന്നും പറയേണ്ട അവസ്ഥ വരരുത്. ബി റെഡി. പാസ്പോർട്ട് കയ്യിൽ റെഡിയാക്കി വെക്കുക. എനി ടൈം വിളിയുണ്ടാകാം പോകണമെന്ന്. ആ ഒരു അവസ്ഥയിലാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത്. അവിടെ എത്താൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ കുറേ മരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട്, മരണം പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. മരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? മരിക്കുന്ന ഉറപ്പല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമുക്കതിനെ അഭിമുഖീകരിക്കാം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. മരണം അത് നടന്നു, അതിൻ്റെ വഴിക്ക് നടന്നോളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മ അതിനെ റെഡിയാക്കാൻ? ഫറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന സമയങ്ങളിലെ ഒരായത്ത് മഹാൻ ഓതുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ. പരലോകമെന്ന ജീവിതം, ആ ജീവിതം അല്ലാഹു മനോഹരമായി നൽകുന്ന റബ്ബിന്റെ സമ്മാനമാണ്. ആർക്കെന്നറിയുമോ? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്. അല്ലാഹുവിന്റെ ഭൂമിയിൽ വലിയ ആളാവണം എന്ന് മോഹിക്കാതെ നടന്നവർക്ക്. മോഹിക്കാൻ പാടില്ല. നേതൃത്വവും സ്ഥാനവും മോഹിക്കാൻ പാടില്ല. അത് കിട്ടിയാൽ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുക. എന്നാൽ എനിക്കത് കിട്ടണം ഒരിക്കലും ആഗ്രഹിക്കരുത്. ആളുകൾ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. നിങ്ങളായിട്ട് അതിനു വേണ്ടി ഒരുങ്ങി നടക്കരുത് എന്നാണ്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ ഭൂമിയെ അശാന്തി പടർത്താനും ശ്രമിക്കാത്തവർക്ക്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരാത്തവർക്ക്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവർക്ക്, സമാധാനം ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗലോകം. സമാധാനം പ്രചരിപ്പിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. വിനയാന്വിതരായി ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. വൽആഖിബതു ലിൽമുത്തഖീൻ. യാ അല്ലാഹ്. ഫറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ താരീഖിൽ ഉദ്ധരിച്ചത്. ഫറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറയുന്നു, ഇത്തഖില്ലാഹ യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ഇത്തഖില്ലാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്കാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം. അൻ തഅലമ അന്നല്ലാഹ മഅക ഹൈസുമാ കുൻത. നീ എവിടെയുണ്ടോ അവിടേക്ക് അല്ലാഹു നിന്റെ കൂടെയുണ്ട് എന്നറിയുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഉമർ തങ്ങളോട്, ഉമർ അമീറുൽ മുഅ്മിനീൻ, ഇത്തഖില്ലാ, beware of Allah.
ബി കോൺഷ്യസ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വേണം, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വേണം എന്ന് പറഞ്ഞു. യാ അല്ലാഹ്. അപ്പൊ ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീനോട് ഇത്തഖില്ല എന്ന് പറയേ, നീ എന്ത് മനുഷ്യനാണോ എന്ന് ചോദിച്ചു. അത്തഖൂലു ലി അമീറിൽ മുഅ്മിനീന ഇത്തഖില്ല. ഉമർ തങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഫല്യഖുൽ ഹാലി, അത് പറഞ്ഞോട്ടെ, അല്ലാഹുവിനെ ഭയപ്പെടണേ ഉമറേ എന്നല്ലേ പറഞ്ഞത്. നിഅമ മാ ഖാൽ, അയാൾ പറഞ്ഞ എത്ര നല്ല വാക്കാണ്. ലാ ഖൈറ ഫീകും ഇല്ലം തഖൂലുഹാ, അത് നിങ്ങൾ എന്നോട് പറയാത്തിടത്തോളം കാലം നിങ്ങളിൽ ഒരു ഖൈറുമില്ല. വലാ ഖൈറ ഫീനാ ഇല്ലം നഖ്ബൽഹാ മിൻകും, അള്ളാഹുവിനെ ഭയപ്പെടണേ എന്ന് എന്നോട് പറയുമ്പോ നിങ്ങളിൽ നിന്ന് ഞാനത് സ്വീകരിക്കാതിരുന്നാൽ എന്നിലും ഒരു ഖൈറുമില്ലെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരാൾ പറയാണ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കേ, നീ അത് പറയാൻ ആരാ? അങ്ങനെ ചോദിക്കരുത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നല്ലേ പറഞ്ഞത്, അത് നല്ല കാര്യമല്ലേ, അത് നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അള്ളാഹു റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. കാരണം നിങ്ങളുടെ അനക്കത്തിലും അടക്കത്തിലും അള്ളാഹുവിന് ഇടപെടാനുണ്ട്, നിങ്ങളുടെ വരുമാനത്തിലും ജീവിതത്തിലും അള്ളാഹുവിന് ഇടപെടാനുണ്ട്, നിങ്ങളുടെ യാത്രയിലും നാട്ടിലിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീനിന് ഇടപെടാനുണ്ട്, നിങ്ങളുടെ സംസ്കാരത്തിലും ചിന്തകളിലും അള്ളാഹുവിന്റെ ദീനിന് ഇടപെടാനുണ്ട്. ഇത്തഖില്ലാ, അള്ളാഹുവിനെ ഭയപ്പെടണേ എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അവസാനത്തെ വിജയം മുത്തഖീങ്ങൾക്കാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കല്ലേ. ഇൻഷാ അല്ലാഹ് സമയം അവസാനിക്കാറ്, സമയം നിർത്താനായില്ലേ. ബിസ്മില്ലാ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. ഒന്ന് കൈയൊന്ന് പൊന്തിച്ച് നോക്കി, ഒന്ന് താഴ്ത്തിയിട്ട് ഒന്ന് കൈ പൊക്കി ഒരു 2-3 തവണക്കൊന്ന് ചെയ്താൽ നല്ലൊരു സമാധാനം കിട്ടും. കാലൊക്കെ ഒന്ന് കൊടയ, ഒന്ന് ഊരുവലിയ, ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ അല്ലേ. ചായ ഒന്നുമില്ലല്ലോ, എങ്ങനെ പൈസ കൊടുത്താൽ കിട്ടും അല്ലേ. അൽഹംദുലില്ലാ. എന്നാലും ഒരു ചായയൊക്കെ ആവായിരുന്നു അല്ലേ. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആക്കണം. നമ്മളെ ഗസ്റ്റ് അല്ലേ ഇവരൊക്കെ, കണ്ണന്തറയിലേക്ക് വന്നതല്ലേ. കൊടുക്കുന്നോ? അൽഹംദുലില്ലാ. ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. നമ്മൾ 3 സ്വലാത്തുല്ലല്ലേ, ഒരു സ്വലാത്തിന് 10 കൂലി കേട്ടോ. 1-ന് 10. നിങ്ങൾ വേണമെങ്കിൽ 10 ചൊല്ലിക്കോ, പക്ഷെ 3 നമ്മൾ ഒരുമിച്ച് ചൊല്ലുകയാണേ. അത് പുണ്യനബിക്ക് ആരാ ചൊല്ലിയത്, അവരുടെ അഡ്രസ്സും വാപ്പാൻ്റെ പേരും അവരെ പേരും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഒരു വിഭാഗം ആളുകൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഫോൺ നമ്പർ ഇല്ലേ, ഓരോരുത്തരുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് ആൾക്ക് തന്നെയല്ലേ വരുന്നുള്ളൂ, ആൾ പേച്ചു പോകണമെന്നില്ലല്ലോ. ഇതൊരു മനുഷ്യനുണ്ടാക്കിയ സാറ്റലൈറ്റ്, നമ്മുടെ റിസീവർ എന്ന് പറയുന്ന സാധനത്തിന് മനുഷ്യനെ ഓരോരുത്തരെയും ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ നമ്പറിലേക്ക് ആ കോൾ കണക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിൻ്റെ ലോകത്തെ മലക്കുകൾക്ക് ഇവിടെ നിന്ന് വരുന്ന കോടിക്കണക്കിന് സ്വലാത്തുകളെ ഫിൽട്ടർ ചെയ്ത് ഹബീബായ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും. വല്ല സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. صلوا على المصطفى محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിർത്താൻ ഏകദേശം സമയം ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറും കൂടെയൊക്കെ അല്ലേ. ഇൻഷാ അല്ലാഹ് കീപ് ഗോയിങ്. അപ്പോൾ ഇരിക്കും, നിങ്ങൾക്ക് മടുപ്പ് വരരുത്. എനിക്ക് മടുപ്പൊന്നും വരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഇത്രയും ഈ മഞ്ഞിലിങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഒരു മുഷിപ്പോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര സമയം എത്രയും നമ്മൾ തുടങ്ങിയിട്ട് എനിക്ക് 1.5 മണിക്ക് അവിടെ എത്തണം, എയർപോർട്ടിൽ എത്തണം. ഇൻഷാ അല്ലാഹ് 1.5 മണിക്ക് മാക്സിമം എത്തണം. 1.5 മണിൻ്റെ അപ്പുറം പോയാൽ വണ്ടി കിട്ടൂല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. ഇരിക്കും ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ ബക്കറ്റൊക്കെ പോയോ? എങ്ങനെയുണ്ട് നവാസ്ക, വല്ലതുണ്ടോ? അതെ അൽഹംദുലില്ലാഹ്. കൊറോണ അതിൻ്റെ ശേഷം ആൾക്കാർ കുറച്ച് പിഷ്കന്മാരായിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അർഷദൊക്കെ വിളിച്ചു ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. അർഷദൊക്കെ എവിടെ? അർഷദൊക്കെ പോയാ ഉണ്ടോ? അപ്പോൾ അർഷദ് ഞാൻ പറഞ്ഞു, അർഷദ് ഡേറ്റ് സംഭവം ശരിയാണ്, നിങ്ങൾ പിരിവോ കാര്യങ്ങളോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കൂല, ഞാൻ വന്നാൽ നിങ്ങൾക്ക് ചിലവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൈക്ക് ശരിയാക്കേണ്ടി വരും, നല്ല മൈക്ക് വെക്കേണ്ടി വരും, അപ്പോൾ അതിനൊക്കെ ഭയങ്കര ചിലവല്ലേ. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷിക്കുന്ന ഫണ്ടൊന്നും കിട്ടിയില്ല എന്ന് വരും. ആൾക്കാരൊന്നും പഴയ പോലെ പൈസ ഒന്നും ഇടുന്നില്ല എന്നാണ് കേട്ടത്. അപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഓടണം, എപ്പോഴും കൊറോണ എന്നാണ് വിചാരം. അപ്പോൾ ഒന്നും കിട്ടൂല കേട്ടോ. നിങ്ങൾ എന്താ അത് ചെയ്യാനുള്ള ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ അതിനെപ്പറ്റി ഒരു ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങൾ പൈസ ഒന്നും ഉണ്ടാക്കി തരണ്ട, ഞങ്ങൾ വേല പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയും.
അപ്പോൾ അതുകൊണ്ട് എന്നാലും നിങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ അതിനാണ് ഈ ബക്കറ്റ് എന്നൊക്കെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവരെ അത്രയും ധൈര്യത്തോടു കൂടെയാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ട് അവർക്ക് കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഒരു ബാധ്യത ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വരരുത്. അതിനുവേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സുഹൃത്തുക്കളുടെ ഈ പരിശ്രമങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ഈ സാന്നിധ്യവും നിങ്ങളുടെ ഇരുത്തവും നിങ്ങൾ വന്നതുമൊക്കെ ഇതിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പരിപാടികളൊന്നും നടക്കാത്ത കാലം വരും. അത് പാടില്ല എന്ന് പറഞ്ഞെന്ന് വരും ചിലപ്പോൾ. അപ്പോൾ വല്ല ഓഡിറ്റോറിയത്തിലോ വല്ല ഓൺലൈനിലോ ഒക്കെ ആയിട്ടൊക്കെ പിന്നെ നടക്കുക. ഇങ്ങനെ പബ്ലിക് പ്രോഗ്രാമുകളൊന്നും നടക്കാൻ കഴിയാത്ത കാലഘട്ടമൊക്കെ വളരെ വൈകാതെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനിടക്ക് പറ്റുമ്പോഴുന്നിടക്ക് കൂടുക. എല്ലാവരും ഓൺലൈനിൽ ഇരുന്ന് കഴിഞ്ഞാൽ മജ്ലിസുകളിൽ ആളില്ലാണ്ടായി പോകും. മജ്ലിസുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഈ മജ്ലിസിലാണ് വന്നിരിക്കുക, ഓൺലൈനിലല്ല വന്നിരിക്കുക. മലക്കുകൾ ഇരിക്കലും മജ്ലിസിലാണ്. ആ മജ്ലിസിലുള്ള ആളുകളുടെ കൂടെയാണ് അവർ ദുആ ഇരക്കുക. അവരുടെ ആമീനിനാണ് അവർ ആമീൻ പറയുക കൂടെ. ആ ഒരു പുണ്യം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. റബ്ബ് തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും ഭാരങ്ങളും ഇവിടെ നമ്മൾ ഇറക്കി വെക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. നിങ്ങൾ സന്തോഷത്തോടുകൂടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതായി, പ്രശ്നങ്ങൾക്ക് റബ്ബ് പരിഹാരം തന്ന അവസ്ഥയിൽ, രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന അവസ്ഥയിൽ, നമ്മുടെ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇവിടുന്ന് പിരിയണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ 3 സഫുകളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിലെ ആ ഒരു തേങ്ങലിങ്ങനെ കേൾക്കുമായിരുന്നു. യാ അല്ലാഹ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചൊരു അനുഭവമുണ്ട്. ഒരായത്ത്, ഏതാനും ചില ആയത്തുകൾ. വത്തൂരി വകിതാബിൻ മസ്തൂർ, സൂറത്ത് തൂർ ഇങ്ങനെ ഒരാൾ ഓതുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രി അദ്ദേഹത്തിന്റെ ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുന്നു. വത്തൂരി വകിതാബിൻ മസ്തൂർ പറഞ്ഞു. ഖസമുൻ ഹഖ്ഖുൻ വറബ്ബിൽ കഅബ, ഖസമുൻ ഹഖ്ഖുൻ വറബ്ബിൽ കഅബ, കഅബയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ഇത് സത്യസന്ധമായ ഒരു സത്യം ചെയ്യലാണല്ലോ. എന്നിട്ട് ആ കഴുതപ്പുറത്ത് താഴെ ഇറങ്ങി ഉമർ എന്നവർ ചുമരിലേക്ക് ചാരി നിന്നു. അവിടെ ഇരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് മഹാനവറുകൾ ക്ഷീണിച്ചിരിക്കുന്നു. കൈപിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആ കിടപ്പ് ദിവസങ്ങളോളം ഉമർ എന്നവർ കിടന്നിട്ടുണ്ട്. എന്താണ് രോഗമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. ഈ ഒരു ആയത്തിന്റെ ആഴം, അതിന്റെ അർത്ഥങ്ങളുടെ അഗാധമായ തലങ്ങളെ തൊട്ടറിഞ്ഞപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രോഗിയാ എന്നാണ് ജനങ്ങൾ കാണാൻ വന്നു. അസുഖമായിട്ട് ഉമർന്നവർക്ക് സുഖല്ലോലോ. എന്താ കാരണം ഒന്നും അറിയോ? ഈ 2 ആയത്തുകൾ, 7 or 8 ആയത്തുകൾ സൂറത്തു തൂറിൽ കേട്ടതാണ് മഹാനവറുടെ പ്രശ്നം. ഉംയുൻ അനിദ്ദിക്രി വല്ലായാതു തൻതുബുനാ ലൗ കല്ലമ الذിക്രു ജുൽമുദൽ അബ്കാഹു. വിശുദ്ധമായ ഖുർആൻ ഒരു കല്ലിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കല്ല് പോലും കരഞ്ഞു പോയേനെ. നമ്മളോട് സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സുകൾക്ക് എന്തേ അനക്കം വരാത്തത്? അനസ് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു സ്വയം വിചാരണയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു തോട്ടത്തിലേക്ക്, അൻസ്വാരിയുടെ ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് ഫാറൂഖ് തങ്ങൾ കടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു, ഉമർ അമീറുൽ മുഅ്മിനീൻ ബഖിൻ ബഖിൻ. ഉമറേ, നീ അമീറുൽ മുഅ്മിനീൻ ആണല്ലേ, നല്ല ഖുശിയാണല്ലേ, ബഖിൻ ബഖിൻ, നീ വല്ല ആളായല്ലേ ഉമറേ. വല്ലാഹി ലതത്തഖിയന്നല്ലാഹ് ഔ ലയുഅദ്ദിബന്നല്ലാഹു യാ ഉമർ. ഉമറേ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. സ്വന്തത്തോട് പറയാ, ഉമറേ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ ഉമറേ, അല്ലെങ്കിൽ നിന്നെ അല്ലാഹു ശിക്ഷിക്കുമെന്ന് മഹാനായ ഫാറൂഖ് തങ്ങൾ പറയുന്നത് ഒരു മതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം നമ്മൾ അറിയില്ലായിരുന്നു, ഈ സംഭവം ലോകമറിയില്ലായിരുന്നു. ഉമറേ, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും മഹാനവറുകളാ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് നിങ്ങളെ വിചാരണ ചെയ്യണം, നമ്മളെ വിചാരണ ചെയ്യണം. നമ്മൾ വിചാരണ ചെയ്യുന്ന എപ്പോഴും നാട്ടുകാരെയാണ്. നമ്മൾ അയാൾ എന്ത് പറഞ്ഞു, ഇയാൾ എന്ത് പറഞ്ഞു, മറ്റാൾ എന്ത് പറഞ്ഞു, അതിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാനല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും വിവാദം ഉണ്ടോ, അസ്തഗ്ഫിറുല്ലാഹ്, ഇതിനു വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തല്ലേ. നമ്മുടെ സമയം അതിന് ഇബ്ലീസാണത്, പിശാചാണത്. മനുഷ്യന്റെ സമയം കൊല്ലുകയാണ്, നന്മയിൽ നിന്ന് മുഖം തിരിച്ചു കളയാൻ,
നന്മ നമ്മൾ കേൾക്കാതിരിക്കാൻ, മുഴു സമയവും അനാവശ്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ. നമ്മളെ വിചാരണ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ തെറ്റുകൾ നമ്മൾ അടിമകളാണെന്ന പോലെ നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ ജനങ്ങളുടെ തെറ്റുകൾ നമ്മൾ അവരുടെ അർബാക്കന്മാരാണെന്ന പോലെ നമ്മൾ നോക്കുന്നത്. ആളുകൾ തെറ്റ് ചെയ്ത് അതിന് പിന്നാലെ കൂടാൻ. നിങ്ങളുടെ why should you be bothered about yourselves? നമ്മളെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ തെറ്റുകൾക്ക് നമുക്ക് നമ്മളെ തന്നെ വിചാരണ ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു പാഠം അതാണ്. ദുഖിറ ലനാ അന്ന ഉമർ, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനായ ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ഖതാദ തങ്ങൾ എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൗ ശിഅ്തു ലകുൻതു അത്യബകും തുആമൻ വഅൽയനകും ലിബാസാ വലാകിന്നി അസ്തബ്ഖി ത്വയ്യിബാതി ലിൽ ആഖിറ. നിങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രവും ഏറ്റവും നല്ല ഭക്ഷണവും കഴിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാൻ അതെല്ലാം എൻ്റെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുകയാണ് എന്ന് മഹാൻ പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. യഹ്ഫു ഇലൈഹിം ലഅല്ലൽ ഐശ യഹ്നഉലാ മാ ബൈന സഹ്ബിൻ വഅർഹാമിൻ വഇഖ്വാനി. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വീട്ടിലേക്ക് നബിതങ്ങൾ സ്വന്തം മകളായ ഹഫ്സ ബീവിയുടെ ഭർത്താവ് കൂടിയാണ് നബിതങ്ങൾ. നബിതങ്ങളുടെ അമ്മോശനാണ് ഉമർ ഫാറൂഖ് തങ്ങളെന്ന് കൂടെ നമ്മൾ ഓർക്കണം. സിദ്ദീഖ് തങ്ങളുടെയും അമ്മോശനാണ്. എന്നാൽ നബിതങ്ങളുടെ മരുമക്കളാണ് ഉസ്മാൻ എന്നവരും അലിയാർ എന്നവരും. ഉമർ തങ്ങൾ ഹബീബായ നബിതങ്ങളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ ഉള്ളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഫലം യജിദ് ശൈഅൻ യറുദ്ദുൽ ബസർ, കണ്ണുകൊണ്ട് കാണാൻ മാത്രമുള്ള ഒന്നും ആ വീട്ടിലില്ല. ഇല്ലാ ജുലൂദൻ ഖദ് സതഹ റീഹുഹാ, കുറേ തോൽ കഷ്ണങ്ങൾ കണ്ടു. അതിന്റെ നാറ്റം, അതിന്റെ ദുർഗന്ധം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനത്തെ ചില തോലുകൾ മാത്രമാണുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയറിന്റെ കട്ടിലിൽ കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കയർ വിരിച്ച പായയിൽ, കട്ടിലല്ല പായയാണ്, അതിന്റെ കയറാണ് അതിന്റെ നടുവിലൂടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ പൂമേനിയിൽ ആ കയറിന്റെ അടയാളങ്ങൾ പതിഞ്ഞ് ചോര പൊടിയുന്ന പോലെ. ഹബീബിന്റെ ശരീരം വളരെ മിനുത്തതാണ്. അവിടുത്തെ ശരീരം വെളുപ്പ് കലർന്ന ചെമപ്പ് കലർന്ന വെളുപ്പ്, വളരെ മനോഹരമായ മേനിയായിരുന്നു. അവിടെ നിന്ന് ചോര പൊടിയുന്ന പോലെ ആ പായയുടെ അടയാളങ്ങൾ നബിതങ്ങളുടെ പുറത്തിങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കരഞ്ഞിട്ടുണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, വമാ യുബ്കീക യാ ഉമർ ഫദമഅത ഐനാ ഉമർ, ഉമറേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, നബിയേ കിസ്റ കണ്ടില്ലേ, കൈസർ കണ്ടില്ലേ, ഭരണാധികാരികൾ, മുലൂക്കുദ്ദുനിയ, ഈ ലോകത്തെ രാജാക്കന്മാർ, അവർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്, ഏതെല്ലാം സൗകര്യങ്ങളുണ്ട് നബിയെ. അങ്ങയുടെ ഈ ഒരു കയറിന്റെ പായയിൽ അങ്ങേക്കൊരു തുണി പോലും വിരിച്ചു തരാൻ അങ്ങ് ഞങ്ങളെ സമ്മതിക്കുന്നില്ലല്ലോ. അതിനാണോ ഉമറേ നിങ്ങൾ കരയുന്നത്? നിങ്ങൾക്കറിയുമോ, ഉലൈക അഖ്വാമുൻ ഉജ്ജിലത് ലഹും ത്വയ്യിബാതുഹും ഫിദ്ദുനിയ, ആ രാജാക്കന്മാർക്ക് എല്ലാ നന്മകളും അല്ലാഹു ഇവിടെ കൊടുത്തു തീർത്തു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ പരലോകത്ത് ഒന്നുമേ കിട്ടാതെ അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കാണ് അവർ പോകുന്നത്. അമാ തറുല്ലാഹ് അൻ തകൂന ലഹുമുദ്ദുനിയ വതകൂന ലനൽ ആഖിറ, നമുക്ക് പരലോകവും അവർക്ക് ദുനിയാവും അള്ളാഹു കൊടുത്തതിൽ ഉമറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് പരലോകമില്ലേ? وإن كل ذلك لما متاع الحياة الدنيا والآخرة عند ربك للمتقين. ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? നിങ്ങൾ മുതലാളിയാണ്. അഇൻദകും ഷൈ, എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ കഴിക്കാനെന്ന് ഫാറൂഖ് എന്നവർ ചോദിച്ചു വരും. അപ്പൊ ഭാര്യ പറഞ്ഞു, നഅമ്മ തഹ്ത സരീർ, നമ്മുടെ കട്ടിലിന്റെ താഴെ കിടക്കുന്ന ആ സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം. കട്ടിലിന്റെ അടിയിൽ അവർ സൂക്ഷിക്കുക, അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പൊ കട്ടിലിന്റെ അടിയിൽ ഒരു പാത്രത്തിലാണ്. ആ കട്ടിലിന്റെ അടിയിൽ കിടക്കുന്നതുണ്ട് ഉമറേ എന്ന് മഹാനായ ഫാറൂഖ് തങ്ങളോട് ഭാര്യ മറുപടി പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ പാത്രം എടുത്ത് അതിൽ നിന്ന് ഏതാനും ഈത്തപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ മീതെ വെള്ളവും കുടിച്ചിട്ട് സ്വന്തം വയറിങ്ങനെ കൈകൊണ്ട് തടവിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്
അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. വൈലുൽ ലിമൻ അദ്ഖലഹു ബത്നുഹു അന്നാർ, വൈലുൽ ലിമൻ അദ്ഖലഹു ബത്നുഹു അന്നാർ. അല്ലാഹുവേ ഞാൻ ഈ കഴിച്ചത് ഹലാലായ ഭക്ഷണമാണല്ലോ, നാശമാണ് നാശം. ചില ആളുകൾക്ക് നാശം അവരുടെ വയറ്റിലേക്ക് പോയ ഭക്ഷണം ഹറാമായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ നരകം അവരെ പിടികൂടുമ്പോൾ അവർക്കാണ് നാശം. ഇത് മയക്കുമരുന്നല്ലല്ലോ, ഇത് മദ്യമല്ല, ഇത് ലഹരിയല്ല, ഇത് ഹറാമിന്നുണ്ടായതല്ല, ഇത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വരുമാനമല്ല, ഇത് ഹലാലും തൊയ്യിബുമാണ്, നല്ലതാണ്, അള്ളാഹ് പൊരുത്തപ്പെടുന്നതാണ്, അതല്ലേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എന്ന് ഈത്തപ്പഴവും അതിൻ്റെ മീതെ വെള്ളവും കുടിച്ച് അള്ളാഹ്ക്ക് ശുക്ർ പറയുമ്പോൾ വൈലുൽ ലിമൻ തുഅമഹു ബത്നുഹു അന്നാർ. നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മുടെ മക്കൾക്ക് ജോലി ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബാങ്ക് ജോലികളൊക്കെ ലഭിക്കുമ്പോൾ ഹൈ സാലറി ആയിരിക്കും, ഭയങ്കര അഭിമാനത്തോടെ നമ്മൾ പറയാം. പക്ഷേ അത് പലിശയുമായി ഇടപെടുന്ന ജോലിയാണോ? നമുക്ക് പ്രശ്നമാണ്. ഇത് പറയാൻ നമ്മൾ എന്തിനാ മടിക്കുന്നത്? സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ സ്വീകരിച്ചോട്ടെ. അല്ലാത്തൊരു പറയും മാപ്പിളാർക്ക് എല്ലാം ഹറാമാ. എല്ലാം ഹറാമല്ല, ചിലതൊക്കെ ഹറാമാണ്. മാപ്പിളാർക്ക് കായ് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഹറാമാണ് എന്ന് പറയും. ഇങ്ങനെ അടിയിൽ കമൻ്റ് ഇട്ട് ഇങ്ങനെ വരും ചില വളവന്മാർ. അതേ അള്ളാഹുൽ വിശ്വസിക്കുന്നവൻ അങ്ങനെ എവിടെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റൂല. എന്താ അതിന് കുഴപ്പം? നമ്മുടെ വിശ്വാസം അതാണ്. പലിശ വാങ്ങിക്കാനോ കൊടുക്കാനോ അതിനെ സഹായിക്കാനോ അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാനോ അവിടെ ക്ലറിക്കൽ ജോലി ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ സ്ഥാപന റെന്റിന് പോലും കൊടുക്കാൻ പറ്റില്ല എന്നാ. എന്തേ? അത് ഹലാലിൻ്റെതല്ല. എന്തുകൊണ്ട് പറ്റൂല? അള്ളാഹ്ക്കത് ഇഷ്ടമല്ല അതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ദേഹത്തേക്ക് പോകുന്ന ഭക്ഷണം ഹറാമാണെങ്കിൽ അന്നാറു ഔലാ ബിഹി, ആ ശരീരം പോകാൻ നല്ലത് സ്വർഗമല്ല നരകമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. Any flesh that nourished from haram, hellfire is more dearer to that. ഏറ്റവും നല്ലത് പിന്നെ നരകമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉമർ എന്നവർ പറയാൻ വൈലുൽ ലിമൻ അദ്ഖലഹു ബത്നുഹു അന്നാർ. വിശന്ന് വന്നിട്ട് ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ഈത്തപ്പഴമാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഈത്തപ്പഴമെടുത്ത് വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ എന്ന് വയറ് തടവിട്ട് പറയുന്നു, റബ്ബേ എത്ര വിശന്നിട്ടാണെങ്കിൽ പോലും ഞാൻ മദ്യപിച്ചിട്ടില്ലല്ലോ. ഇത് മദ്യമല്ല, ഇത് ലഹരിയല്ല, മയക്കുമരുന്നല്ല, അല്ലാഹ് ഹലാലാക്കിയതാണല്ലോ ഞാൻ കഴിച്ചത്. എത്ര ആളുകൾ കഴിക്കുന്ന ഭക്ഷണം കാരണം ഹറാമ് കൊണ്ട് നരകത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഹറാമല്ലല്ലോ കഴിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് 1000 പാഠങ്ങൾ നൽകുകയാണ് ഫറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കിടക്കണം, നല്ല ഓഫർ കിട്ടിയിട്ടുണ്ട്, ഉസ്താദ് വേള പറഞ്ഞാലൊന്നും ഒരു പോന്നോളൊന്നുമില്ല, ഉസ്താദ് പറഞ്ഞു പോയി, നമുക്ക് വേറെ പണി കിട്ടണ്ടേ, അങ്ങനെ ചിന്തിക്കുക. ഈമാനുണ്ടോ? അള്ളാഹു ഒരു വഴി കാണിച്ചു തന്നിരിക്കും. നമുക്ക് പേടിയിട്ടാ, അള്ളാഹ് പേടിക്കണ്ടെന്നാ പറഞ്ഞത്. നഹ്നു ഖസംനാ ബൈനകും മഈശതകും ഫിൽ ഹയാ നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. നിങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള വരുമാനമല്ലേ വേണ്ടത്? ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇന്റൻഷൻ എങ്ങനെയോ അങ്ങനെയാണ് ഞാൻ അതിനെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ നിയ്യത്ത് എങ്ങനെയാ? ഹലാലിൽ നിന്ന് വേണമെന്നുണ്ടോ? ഹലാൽ തന്നെ കിട്ടിയിരിക്കും, പ്യൂർ ഹലാൽ. ഇല്ലേ? അപ്പോൾ അതിനനുസരിച്ച് വഴികളൊക്കെ മുമ്പിലേക്ക് വരും. അപ്പോൾ ആ വഴിക്ക് അങ്ങനെ പോയി പോകും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമ്പാദിച്ചത് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ആ സമ്പത്ത് കൊണ്ടുപോയി കളയണമെന്നല്ല, പക്ഷേ തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. പടച്ചതമ്പുരാനോട് റബ്ബേ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയണം. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം, ഇനിയൊരിക്കലും ചെയ്യില്ല റബ്ബേ എന്ന് പറയണം. വൈലുൽ ലിമൻ അദ്ഖലഹു ബത്നുഹു അന്നാർ. ഏതൊരുത്തൻ്റെ വയറ് കാരണമാണോ ഒരാൾ നരകത്തിലേക്ക് പോകുന്നത് അയാൾക്ക് നാശം നാശം എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കിസ്രയിൽ നിന്ന് വലിയ സമ്പാദ്യങ്ങൾ മദീനയിലേക്ക് വന്ന നേരം കിസ്റ ഇബ്നു ഹുർമുസിന്റെ കൊട്ടാരത്തിലെ 1000കണക്കിന് പവിഴങ്ങൾ, 1000കണക്കിന് എന്ന് പറയുന്നത് ഞാൻ അലങ്കാരം കൊണ്ട് പറയല്ല, പക്ഷേ that is reality. ലക്ഷക്കണക്കിന് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വിശാലമായൊരു കാർപ്പറ്റ്, ആ കാർപ്പറ്റിൽ നിറയെ പ്രഷ്യസ് സ്റ്റോൺസ്, അതുകൊണ്ടുണ്ടാക്കിയ പൂക്കൾ, അതുകൊണ്ടുണ്ടാക്കിയ ചെടികൾ, ഇത്രയും അതിഗംഭീരമായ വിലപിടിപ്പുള്ള വലിയ ഒരു കാർപ്പറ്റ് കിസ്രയുടെ, ഇറാനിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. ആ
കാർപ്പറ്റാണ് മദീനയിലേക്ക് 100 കണക്കിന് ഒട്ടകങ്ങളുടെ മീതെ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നത്. അത്രമേൽ ഭാരം, അത്രമേൽ സമ്പാദ്യം അതിലുണ്ടായിരുന്നു. അത്രമേൽ ഒരു സ്വഹാബിക്ക് ഒരു മുത്തെടുത്താൽ മാസങ്ങളോളം കഴിയാനത് മതിയായിരുന്നു. പക്ഷേ ഒരാളും തൊട്ടിട്ടില്ല എന്നതാണ് അത്ഭുതം. ഒരാളും ഒന്നുപോലും എടുത്തില്ല. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങള് ആ കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ച് കാണിച്ചു കൊടുത്തു. 100 കണക്കിന് പീസാക്കിയെ കൊണ്ടുവന്ന്, ഒറ്റൊട്ടകപ്പുറത്ത് പോരില്ല, അത്രയും വെയിറ്റ് ആണ്, കല്ലുകളല്ലേ. അതിങ്ങനെ വിരിച്ചു കാണിച്ചു കൊടുത്തു മദീന പള്ളിയുടെ മുമ്പിൽ. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലൂടെ അങ്ങനെ നടന്നു. ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആ സർട്ടിഫിക്കേഷൻ മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയുടേതാണ്. ആർക്കെന്നറിയുമോ? പേർഷ്യയിൽ നിന്ന് ഒരു കല്ല് പോലും അതിൽ നഷ്ടപ്പെടാതെ മദീനയിലേക്ക് എത്തിച്ച സ്വഹാബിമാർക്ക്. നിങ്ങളെല്ലാവരും ട്രൂത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ്, നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങൾ സത്യസന്ധരാണ്, വിശ്വസ്തരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. ഉമർ തങ്ങളുടെ ആ ഒരു വാക്കിന് മറുപടിയായി എഴുന്നേറ്റ് നിന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉമറേ, സ്വദഖത ഫസദഖൂ, നിങ്ങൾ സത്യസന്ധരാണ്, അപ്പൊ നിങ്ങളുടെ അനുയായികളും സത്യസന്ധരാണ്. ലൗ റതഅത ലറതഉ, നിങ്ങളൊരു സുഖലോലുപനും ആഡംബരപ്രിയനുമായിരുന്നെങ്കിൽ നിങ്ങളുടെ മുതഅല്ലിമീങ്ങളും അങ്ങനെ ആയിപ്പോയേനെ. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുയായികൾ അങ്ങനെ ആവാതിരുന്നത്. അതിന്റെ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെ. നിങ്ങളാണ് ഞങ്ങളുടെ റോൾ മോഡൽ എന്ന് മഹാനായ ഫാറൂഖ് തങ്ങളോട് ആ സമ്പാദ്യം മദീനയിലേക്ക് വന്നപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട്. സ്വഹാബിമാര് ചോദിച്ചു, ഇത്രമേൽ സമ്പാദ്യം ഇസ്ലാമിന്റെ ഖസാനക്ക് കിട്ടുന്ന ഒരു നാളിൽ നിങ്ങൾ കരയുകയോ? മാ യുബ്കീക് ഫീ യൗമിൻ അസ്സല്ലാഹു ഫീഹിൽ ഇസ്ലാമ വഅഹ്ലഹു, മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അല്ലാഹു ഇസ്സത്ത് തന്ന ഒരു ദിവസം അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഫദത്തു നഫ്സി റസൂലല്ലാഹ് ഹുവൽ അഹബ്ബു ഇലല്ലാഹി മിന്നാ, നമ്മളെക്കാളും അല്ലാഹു എത്രമേൽ സ്നേഹിച്ച നമ്മുടെ മെഹബൂബില്ലേ, പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ്. ഫദത്തു നഫ്സി അബാ ബക്രിൻ വഹുവ ഇൻദല്ലാഹി ഖൈറും മിന്നാ, എൻ്റെ ജീവൻ ഞാൻ ഒന്നുകൂടെ കൊടുക്കട്ടെ, അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ്. നമ്മളെക്കാളൊക്കെ ഖൈറായത് അവരല്ലയോ? അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം സിദ്ദീഖ് എന്നവർക്കല്ലേ? എന്നിട്ട് മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, മളൗ ഇലല്ലാഹി വഖല്ലഫൂനാ, അവരെല്ലാം സിദ്ദീഖ് എന്നവരും നിബിതങ്ങളും അല്ലാഹുവിലേക്ക് കടന്നുപോയി, നമ്മളെ ഇവിടെ ബാക്കിയാക്കി. വലം യറൗ മിൻ സഹറത്തിദ് ദുനിയാ ശൈആ, ഈ കാണുന്ന ആയിരക്കണക്കിന് മരതകങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഡയമണ്ടുകളും കിടക്കുന്ന ഇതുപോലെയുള്ള ഒന്നുമേ കണ്ണുകൊണ്ട് ഒരു നോക്ക് കാണാൻ പോലും അവസരമില്ലാതെ അവർ അല്ലാഹുവിലേക്ക് യാത്രയായി പോയല്ലോ. എന്റെ കാലത്തല്ലേ ഈ സമ്പാദ്യം ലഭിക്കുന്നത്, നമ്മളൊക്കെ ഈ കാണുന്നത്. ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്, പേടിക്കുകയാണ്. നാളെ പരലോകത്ത് ഏതെങ്കിലും ഒരു നന്മ ബാക്കിയുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് നാളെ ലഭിക്കാത്ത വിധം അതിനു പകരം അല്ലാഹു ഇവിടെ നമുക്ക് നൽകിയതാണോ ഇത്? ഈ കിട്ടിയത് കാരണം നാളെ പരലോകം നഷ്ടമാകുമോ എന്ന് ഞാൻ പേടിച്ചു കരയുന്നു എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് നമുക്ക് സ്നേഹമുള്ളതിന്റെ പേരിൽ അവരെ പോലെ ആവാൻ നമ്മളെ കൊണ്ടായില്ല, ആവുകയുമില്ല. എന്നാലും മിന്നാ നുഷ്ഹിദുക യാ അല്ലാഹ് വനുഷ്ഹിദു മലായികതക വഹമലത അർശിക അന്നാ നുഹിബ്ബുക വനുഹിബ്ബു അംബിയാഅക വസയ്യിദഹും ഹബീബനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനുഹിബ്ബു സുഹ്ബഹു വനുഹിബ്ബു അസ്ഹാബഹു. اللهم نرجو أن نكون معهم وإن لم نعمل بأعمالهم.
അനസ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു റബ്ബേ എന്ന് പറഞ്ഞു. ഉമർ എന്നവരെ ഇഷ്ടപ്പെടുന്നു റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് അവരെ പോലെ ഞങ്ങൾക്കാവാൻ കഴിഞ്ഞില്ലെങ്കിലും അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമല്ലേ, ഞങ്ങൾ ഇവരെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് സ്വർഗം തരണേ എന്ന് അല്ലാഹുവിനോട് ചോദിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമുക്കും അത് തന്നെയാ ചോദിക്കാനുള്ളത്. റബ്ബേ, നിന്നെ സാക്ഷിയാക്കി നിന്റെ മലക്കുകളെ, നിന്റെ അർശിന്റെ വാഹകരായ മലക്കുകളെ സാക്ഷി നിർത്തി പറയട്ടെ, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, നിന്റെ അംബിയാഇനെ ഇഷ്ടമാണ്, അവരുടെ സയ്യിദായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടമാണ്, അവിടുത്തെ സ്വഹാബിമാരെ അഹ്ലു ബൈത്തിന അസ്വാജുഹു ത്വാഹിറാത്തിനെ ഇഷ്ടമാണ്. നുഹിബ്ബുഹും വനർജു അൻ നകൂന മഅഹും, അവരുടെ കൂടെ സ്വർഗ്ഗത്തിലാകണമെന്ന് കൊതിക്കുന്നു റബ്ബേ. കാരണം നിന്റെ ഹബീബാണ് പറഞ്ഞത്, അൻത മഅമൻ അഹ്ബബ്ത, ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണെന്ന്. അല്ലാഹു ആ സ്നേഹബന്ധം കാരണം നമുക്ക് സ്വർഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പിറകിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാനാണ് ഉമർ എന്നവരുടെ ഈ ചരിത്ര ഭാഗങ്ങളിലൂടെ നമ്മൾ പോയത്. നമ്മൾ നിൽക്കുന്ന ഒരുപാട് ബാക്കിലാണ്. നമുക്ക് തോന്നിയേക്കാം നമ്മൾ മുമ്പിലാണെന്ന്. നമ്മുടെ മുൻപിൽ കുതിരകളെക്കാളും വേഗതയിൽ കൽ ബർഖിൽ ഖാതിഫ്, മിന്നൽ പിണർ പോലെ സിറാത്തിലൂടെ കടക്കാൻ പോകുന്ന സ്വഹാബിമാർ ഇങ്ങനെയാണ് പേടിച്ചതെങ്കിൽ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ജീവിതത്തെ കാണുന്നത്, എത്ര ലാഘവത്തിലാണ് നമ്മുടെ പരലോകത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്, എത്ര അലംഭാവത്തോടെയാണ് നമ്മുടെ മരണത്തിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപകടമാണ്, ഇതൊരു റിയാലിറ്റിയാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നത്? എത്ര നാളാണ് നമ്മൾ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നത്? അതുകൊണ്ട് പാതിരാ നേരങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ ഇനി സമയം വൈകിക്കൂടാ. നാവുകളില്ല യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാവുകൾ നനയാൻ ഇനി സമയം വൈകിക്കൂടാ. ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ നാവുകളിലൂടെ ഒഴുകട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നമുക്ക് ആനന്ദം വരും. അള്ളാഹുവിനെ ഓർക്കുന്ന സമയം അത്രയും മുഅ്മിനിന്റെ മനസ്സ് ആനന്ദം കൊള്ളുമെന്നാണ്. ആനന്ദം വല്ലാഹി ലതമുറു ബിനാ ലഹദാത്തുൻ, ചില സമയങ്ങൾ നമുക്ക് കഴിഞ്ഞു പോകുന്നുണ്ട്. നതുറബു ഫീഹാ, ആ നേരങ്ങളിൽ നമുക്ക് ആനന്ദം തോന്നുന്നുണ്ട് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ. നാളെ സ്വർഗ്ഗലോകത്ത് അതുമാത്രമാണ് പ്രതിഫലമെങ്കിൽ പോലും സ്വർഗമാണ് എന്ന് പറഞ്ഞ മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങള്, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, സ്വർഗത്തിലെ ആനന്ദത്തിന് സമാനമാണത്രേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മുടെ മനസ്സ് സമാധാനപ്പെടുന്നത്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവനായ ദൃശ്യപ്രപഞ്ചത്തിനതീതനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാരോ ആ ഒരേ ഒരുത്തനായ അല്ലാഹു, ആ റബ്ബിൽ വിശ്വസിച്ചവർ. അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അവരുടെ മനസ്സുകൾക്ക് സമാധാനം വരുന്നുണ്ട്. അലാ, അറിയണേ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനം കിട്ടാൻ കളി കാണേണ്ടതില്ല. സമാധാനമാണ് ലക്ഷ്യമെങ്കിൽ പാട്ടും ചിരിയും നമ്മുടെ അള്ളാഹു ഹലാലാക്കാത്ത വഴികളിലൂടെയുള്ള നമ്മുടെ ആനന്ദങ്ങൾ ഒന്നുമേ അതിന് വഴിയല്ല. ആനന്ദം വേണോ? അലാ ബിദിക്രില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലണേ, അവനെ ഓർക്കണമേ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന നൂറുകണക്കിന് ഖബറാളികൾ ഭൂമിയിലേക്ക് വരാൻ ഒരു ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ ഒരേ ഒരു ആഗ്രഹമാണ്, അള്ളാഹുവേ ഒരു തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ഒരവസരം നൽകുമോ? ഒരു തവണയെങ്കിലും ഒരു ദിക്ർ ചൊല്ലാൻ എനിക്കൊരു ജീവൻ നൽകുമോ? ഞാൻ അതുമാത്രമാണ് കൊതിക്കുന്നതെന്ന് ഖബറാളികൾ കൊതിക്കുന്നുവത്രേ. മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഒരവസരമാണുള്ളത്, 2 ചാൻസ് ഇല്ല. മരണം വരുന്നതോടുകൂടെ ആ ചാൻസ് എന്നേക്കുമായി അള്ളാഹു ക്ലോസ് ചെയ്യുകയാണ്. ആ ചാൻസിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. നമ്മുടെ നാവുകൾ അള്ളാഹുവിന്റെ സ്മരണയിലാവട്ടെ, നമ്മുടെ മനസ്സുകളിൽ പടച്ച തമ്പുരാനെ ഓർമ്മ വരട്ടെ. പറയുന്നിടത്തും ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും സംസാരിക്കുന്നിടത്തും അള്ളാഹുവിനെ നമുക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ സന്തുഷ്ടമായ ജീവിതമാണ്.
വളരെ ആനന്ദകരമായ ജീവിതമാണ്. പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങളെ നമുക്ക് ആനന്ദമാക്കി മാറ്റാൻ കഴിയും. പരീക്ഷണങ്ങളിൽ നമ്മൾ പതറൂല. നമ്മൾ അല്ലാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങൾ നമ്മെ തളർത്താൻ കഴിയില്ല. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ട്. ആ പരീക്ഷണങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമർ എന്നവരുടെ ഈ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ മഹാനുഭാവൻ എത്രമേൽ അല്ലാഹുവിനെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണിതൊക്കെ. ലമജ്ലിസുൻ വാഹിദുൻ മിൻ ഉമർ ഔസഖു ഇൻദി മിൻ അമലി സന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഉമർ എന്നവരുടെ മജ്ലിസിൽ ഒരു നേരം ഇരിക്കലാണ് ഒരു കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഖൈർ എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ എന്നവരും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരും തമ്മിൽ 100 മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എത്ര? 100 മസ്അലകളിൽ ഉമർ എന്നവരും ഇബ്നു മസ്ഊദ് തങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവരാരും അതിൻ്റെ പേരിൽ വെറുത്തിട്ടില്ല. അവർ സലാം പറഞ്ഞ് മിണ്ടാണ്ടിരുന്നിട്ടില്ല. അവരതിൻ്റെ പേരിൽ വൈരാഗ്യം കൊണ്ടു നടന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഇബ്നു മസ്ഊദ് എന്നവർ വരുമ്പോൾ മർഹബാ കുനൈഫുൻ മുലിഅ ഇൽമൻ വഫിഖ്ഹ. ഇബ്നു മസ്ഊദ് തങ്ങൾ ഹൈറ്റ് കുറഞ്ഞ ആളായിരുന്നു. കുനൈഫുൻ മുലിഅ ഇൽമൻ വഫിഖ്ഹ, അറിവും ജ്ഞാനവും നിറഞ്ഞ മഹാപ്രതിഭയെ എന്ന് ഇബ്നു മസ്ഊദ് തങ്ങളെ കുറിച്ച് പറയും. രണ്ടുപേരും തമ്മിൽ 100 മസ്അലകളിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. അങ്ങനെ ഉണ്ടാവാം. ആലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതിൻ്റെ പേരിൽ അങ്ങനെ തള്ളിപ്പറയെ അധിക്ഷേപിക്കുക അങ്ങനൊന്നും നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മുടെ അടിസ്ഥാനപരമായ അഖീദയിൽ, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇഖ്തിലാഫുകളില്ല. ശാഖാപരമായ വിഷയങ്ങൾ, കർമ്മങ്ങളിൽ അതിൽ ചിലപ്പോൾ പറ്റുന്നോ പറ്റൂല എന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിലൊന്നും തർക്കിക്കുകയോ അതിനുവേണ്ടി ക്ലിപ്പുണ്ടാക്കുകയോ അതിനുവേണ്ടി പരിഹസിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ദീനിൽ ഉള്ള വിഷയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ 2 ആളുകൾ വന്നു. ഒരാൾ ഉമർ എന്നവരിൽ നിന്നാണ് ഖുർആൻ ഓതി പഠിച്ചത്, വേറൊരാൾ മറ്റൊരു സ്വഹാബിയിൽ നിന്നാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, ഉമർ എന്നവരുടെ വഫാത്തിന് ശേഷം നിങ്ങൾ ആരുന്നാ ഖുർആൻ പഠിച്ചത്? പറഞ്ഞു, മിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളിൽ നിന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ അതുപോലെ ഓതിയാൽ മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഇജാസത്ത് നൽകാൻ ഖിറാഅത്തിന്റെ ഇജാസത്തുള്ള സ്വഹാബിയാണ്. ഇബ്നു അബ്ദ് എന്ന നബി തങ്ങൾ വിളിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി എൻ്റെ ഇജാസത്ത് വേണ്ട, ഉമർ തങ്ങളുടേത് മതി. ഫഇന്നഹു കാന ലിൽഇസ്ലാമി ഹസ്നൻ ഹസീനാ, ഇസ്ലാമിന്റെ കോട്ടയായിരുന്നില്ലേ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയാം. അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ പുകഴ്ത്തിയിട്ടേ പറയുള്ളൂ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇൽമും ലോകത്തെ സർവ്വ മനുഷ്യരുടെ ഇൽമും ഒരു തുലാസിന്റെ 2 തട്ടിൽ വെച്ച് നോക്കിയാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റജഹ ഇൽമു ഉമർ ബിഇൽമിഹിം വലഖദ് ദഹബ ബിതിസ്അതി അശാരിൽ ഇൽമി. ഇൽമ് അറിവ് എന്നത് 10 ഭാഗമാണെങ്കിൽ ആ 10ന്റെ 9ഉം ഉമർ എന്നവർ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 2 ആളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 100 മസ്അലകളിൽ ഇമാമിയങ്ങൾ എടുത്തു വെച്ചത് 100 മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ബഹുമാനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമാണ്. ഇമാം ഷാഫിഈ തങ്ങളും യൂനുസ് ഇബ്നു അബ്ദുൽ അഅല എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതനും തമ്മിൽ സംവാദം നടന്നിട്ടുണ്ട് ഇമാം ഷാഫിഈ തങ്ങളുടെ കാലത്ത്. ഇമാം ഷാഫിഈ തങ്ങൾ അവരും തമ്മിൽ ഒരു മസ്അലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ സംവാദം കഴിഞ്ഞു, മസ്അല പൂർത്തിയാക്കാൻ പറ്റിയില്ല. അങ്ങനെ യൂനുസ് ഇബ്നു